ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നലെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, വീടിൻ്റെ ബാക്കിലെ ഒരു റോസ് ഗാർഡൻ ഉണ്ട്. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോസൊക്കെ ത്രൂ. അപ്പോൾ ഇപ്പോൾ സമ്മർ തുടങ്ങാണ്. അപ്പോൾ അതിന് മുമ്പ് റോസൊക്കെ ഇല്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കുറേ പുതിയ ചെടികളൊക്കെ വെച്ചു. അതിന് ചെറിയൊരു വീഡിയോ കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയ്ക്ക് പോകാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള ഒരു ചെറിയൊരു ഗാർഡൻ. ഇതിനകത്തൊരു 10-12 വെറൈറ്റി റോസുകളുണ്ട്. പിന്നെ വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ദീപ്തിയുടെ സെലക്ഷനാണ്. എനിക്ക് അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല. പിന്നെ കുറച്ച് ചെടികൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ട് തൂക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സമ്മർ തുടങ്ങാണ്. ഈ സമയത്ത് നമുക്ക് ഓസ്ട്രേലിയയിൽ എപ്പോഴത്തേലും പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്താ ഒരു ഭംഗി തന്നെയുമോ. മെയിനായിട്ട് എടുത്ത് പറഞ്ഞിട്ട് റോസൊക്കെ കേട്ടോ. ഇപ്പോൾ റോസൊക്കെ മുട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കണുള്ളൂ. ഇപ്പോൾ ഇനി കുറച്ച് 2-3 മാസം കൂടി കഴിയുമ്പോൾ ജനുവരിയൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ വേറെ വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി, അതായത് ടൊമാറ്റോ, ബീൻസ്, പച്ചമുളക്, 2 തരത്തിലുള്ള ഫ്രൂട്ട് ട്രീ ഉണ്ട് കേട്ടോ. ഒന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ബ്ലൂബെറി ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ചെറി ഉണ്ട്. നമ്മുടെ ഗാർഡനിൽ എപ്പോഴും ഏറ്റവും ആദ്യം വരുന്ന പൂവാണ് നമ്മളിപ്പോൾ കാണുന്ന റെഡ് റോസ്. ഇതിൻ്റെ പ്രത്യേകത ഓരോ വർഷം കഴിയുന്നതോറും ആ പൂവിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഈ റോസൊക്കെ ആയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആട്ടോ. സമ്മർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ തന്നെ നഴ്സറി അല്ലെങ്കിൽ ഇവിടെ ബണ്ണിങ്സ് വെയർഹൗസ് എന്ന് പറയുന്നൊരു വലിയൊരു സംഭവമുണ്ട്. അവിടെ നിന്ന് നമ്മൾ പോട്ടി മിക്സ് വാങ്ങിക്കും റോസിനുള്ളത്. അത് ആ റോസിൻ്റെ കടക്കിയിട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കും. അതിന് പുറമെ നല്ല വെയിലാണെങ്കിൽ, നല്ല വെയിൽ വരാണെങ്കിൽ 30-35 ഡിഗ്രി ടെമ്പറേച്ചർ വരുന്ന ദിവസമുള്ളതാണെങ്കിൽ രാവിലെ വൈകിട്ട് നനച്ചും കൊടുക്കും. ഇത് ഇത്ര മാത്രമേ ഞാൻ പരിപാടി ചെയ്യാറുള്ളൂ കേട്ടോ. വേറെ ഒരു കമ്പുമില്ല. പിന്നെ പൂ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വെട്ടിക്കളയും. അത് മാത്രമേ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് ഈ റോസിനകത്ത് ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ എന്ത് ഭംഗിയാണെന്നറിയാമോ, ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ബാക്ക് യാർഡ്. സമ്മർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു കിടുകിടുന്ന സ്പോട്ട്. മിക്ക റോസും മുട്ടൊക്കെ ഇട്ടില്ലേ സെറ്റായിട്ട് നിൽക്കണേ. മിക്കവാറും 2 ആഴ്ചയോട് കൂടി എല്ലാത്തുമേ പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ തൂക്കിയിട്ടാണ് ചെടികളെല്ലാം. ഇത് ശരിക്കും സമ്മറിൽ മാത്രമേ ഇതിനകത്ത് പൂവുണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പരിപാടി വരും. ഇതെല്ലാം ദീപ്തിയുടെ സെലക്ഷനാണ്. ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ ഒരു 3 ഗാർഡൻ ബെഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ബീൻസും തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു പിങ്ക് കളർ സംഭവം ഇടണോ, അത് ഈ ഒച്ചിനുള്ള മരുന്നാട്ടോ. എന്തൊക്കെ പറഞ്ഞും കാര്യമില്ല, ഒച്ച അതിനകത്ത് കയറി നശിപ്പിച്ചിരിക്കും. വീടിൻ്റെ ബാക്കിൽ നമ്മൾ തൂക്കിയിട്ടുണ്ട് ചെടികൾ പോലെ തന്നെ ഡൈനിങ്ങിൻ്റെ ആ ഗ്ലാസിൻ്റെ അവിടെയും കിച്ചൻ്റെ അവിടെ നമ്മൾ അതുപോലെ ഇട്ടുണ്ട് കേട്ടോ. 2-3 റോസുകളൊക്കെ ഇല്ലേ, അതിൻ്റെ പൂവിന് എന്താ ഒരു മണമെന്ന് അറിയാമോ. അതായിട്ട് ദീപ്തി ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണേ. അതുപോലെ തന്നെ 1 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചെടികൾ മൊത്തം നനച്ച് ഒന്ന് സെറ്റായി വരുള്ളൂ. അതോ നല്ല സമ്മർ കൊടുക്കുമ്പോൾ നല്ല തറക്കേടാത്തൊരു പണി തന്നെയുണ്ട്. അവധി ദിവസമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ സമയം പോകാനുള്ള അറിയില്ല കേട്ടോ. നേരെ ബാക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈരങ്കോട്ടിനും അപ്പൂസും കുട്ടികളുടെയും കളി അവിടെ തകൃതിയായിട്ട് നടക്കും. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചെറിയൊരു കുസൃതി പണിയെ കാണിക്കും. അറിയാണ്ട് പോയി പൂ പറിക്കാൻ നോക്കും. അത് ഞാൻ കൈയോടെ പിടിക്കും കേട്ടോ. ഇവിടുത്തെ ജോലി തിരക്കിൻ്റെയും കാര്യങ്ങളുടെയും ഇടയ്ക്ക് എനിക്ക് ഇടുന്നൊരു റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഈ സംഭവം കേട്ടോ. ഒരു ചായ കുടിച്ച് പുറത്ത് ഇങ്ങനെ പൂവുകളൊക്കെ നോക്കി ഒന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെ ഒന്നും തന്നെ കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ ബാക്കിലെ പോലെ തന്നെ 2 ചെടികൾ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 4 റോസ് നിൽക്കുന്നുണ്ട്. ആ 4 റോസും ഒരേ കളറാട്ടോ, അത് പിങ്ക് കളർ. പിന്നെ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം മിക്ക വീടുകളുടെ ഫ്രണ്ടിലും റോസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കളറായിരിക്കും. പിന്നെ ഇത് ഫുള്ള് സ്റ്റോണായിട്ട് ഇട്ടിരിക്കുന്നത്. പണ്ട് പുല്ല വെച്ചിരുന്നത്, പിന്നെ അത് വെട്ടി പുല്ലുവെട്ടും മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനിച്ച പരിപാടി. നമ്മൾ അത് മൊത്തം നമ്മളെടുത്ത് മാറ്റി.
അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ഗാർഡൻ്റെ വിശേഷങ്ങൾ. എന്നാൽ പിന്നെ അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.